വണ്ടി കൊണ്ടുവരാൻ പറഞ്ഞു വിട്ടിട്ട് ഇവിടെ ഇരുന്ന് വാഴപ്പഴം കടിക്കുകയാണല്ലേ. വെരി ഗുഡ്, നല്ല സ്വഭാവം. എടോ ഫ്രെഡി, ഞാൻ ഈ വാഴപ്പഴം കഴിച്ചിരുന്നെങ്കിൽ എന്നെ നീ ഇവിടെ കാണില്ലായിരുന്നു. അതെന്താ? ഈ പഴം കഴിച്ചാൽ വയറിന് അസുഖം വരുമോ? ഞാൻ എന്തോരം പ്രാർത്ഥിച്ചിട്ടാ കിടന്നത്. എന്നിട്ടും എന്തിനാ കർത്താവെ എന്നോട് ഈ ചതി ചെയ്തത്? ആന കൊടുത്താലും കർത്താവെ ആശ കൊടുക്കരുതായിരുന്നു. ആ ബുക്കും ബാഗും എന്റെ തലേന്നൊന്ന് ഊരിക്കിട്ടാൻ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? പറയൂ കർത്താവേ. എടോ, ഇത് സാധാരണ പഴമല്ല. ആര് പറഞ്ഞു? ഇത് കണ്ടാൽ അറിയില്ലേ നാടൻ പഴമാണെന്ന്. ആരുടെ ഫോണാ അടിഞ്ഞത്? പള്ളിയിൽ നിശബ്ദത പാലിക്കണമെന്ന് അറിയില്ലേ? ടിന്റുമോന്റെ ഫോണാണച്ചോ അടിഞ്ഞത്. ടിൻഡു, നീ ഇങ്ങോട്ട് വരൂ. ഇന്ന് ടിൻഡുവിന്റെ കാര്യം മോനെ ടിൻഡു, ആ പാട്ടൊന്ന് ഇതിലേക്ക് കേറ്റിത്താ. ഹൈഡ്രജൻ ബലൂൺ എന്ന് കേട്ടിട്ടുണ്ട്. യെസ്, ഇതും ഏതാണ്ട് അതുപോലെ തന്നെയാണ്. ഈ ബനാന വീർപ്പിക്കാൻ കഴിയോ? കൊള്ളാലോ. ആരാ വിളിച്ചത്? അച്ഛാ, അത് മോളിന്നാ വിളിച്ചത്. മോളി എന്നല്ല, അച്ചോ എന്ന് എന്നെയാ വിളിച്ചത്. എന്നെ അങ്ങനെ പറ്റിക്കാനൊന്നും നോക്കണ്ട. ഐലൻഡിൽ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. പക്ഷേ നല്ല പരിചയമുള്ള ശബ്ദം. ഒന്നുകൂടി ശ്രദ്ധിക്കാം. ബനാന, ഹൈഡ്രജൻ ബനാ. ഞാൻ എന്താ ഈ വിളിച്ചു പറയുന്നത്? പേര് പറയൂ. കോഴി. വെരി ഗുഡ്. ടിന്റുമോൻ, മുട്ടയിടാത്തതും പ്രസവിക്കാത്തതുമായ ഒരു ജീവിയുടെ പേര് പറയൂ. മുട്ട. അത് പിന്നെ ഞാൻ എന്റെ അമ്മയുടെ അനിയത്തി. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷമായി. മുട്ടയിട്ടിട്ടുമില്ല, പ്രസവിച്ചിട്ടുമില്ല. നല്ല മുഖപരിചയം ഉണ്ടല്ലോ. ഞാൻ അയാളല്ല. ഇത് വേറെ ഞാനാ. അല്ല, വേറെ അയാളാ. അല്ല. ഗാന്ധിജിയുടെ കഠിന പ്രയത്നം കൊണ്ട് ഓഗസ്റ്റ് 15-ന് നമുക്ക് എന്ത് കിട്ടി? മുട്ടായി. നമ്മുടെ ഫ്രെഡിയങ്ങളുടെ പോലെയുണ്ട് അല്ലേ? ശരിയാ, ഒരാളെ പോലെ 9 പേരുണ്ടെന്നാ. അത് ഞാനും കേട്ടിട്ടുണ്ട്. ലോകത്ത് ഒരാളെ പോലെ 9 പേരുണ്ടാവുമെന്ന്. പക്ഷേ ഞാൻ ഇതുവരെ എന്നെ പോലെയുള്ള ഒരാളെ കണ്ടിട്ടുള്ളൂ. അതാരാ? സൽമാൻ ഖാൻ. എവിടെ എവിടെ? നോക്ക്. എന്റെ പരീക്ഷണം 100% വിജയിച്ചു. താങ്ക് യു ഫ്രെഡി, നീ ഒരു ബുദ്ധിമാൻ തന്നെ. താങ്ക് യു. ഈ സന്തോഷത്തിന് നമുക്കൊരു ബനാന കഴിച്ചാലോ? കഴിക്കാം, പക്ഷേ ശ്രദ്ധിക്കണം, ഹൈഡ്രജൻ ബനാന കഴിക്കരുത്. ഇല്ലെന്നേ, അത് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇതെന്താ? അയ്യോ അയ്യോ. സൂര്യനോട് ഞങ്ങളുടെ അന്വേഷണം പറയണേ.